കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസേനയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് കർത്താവിൻ്റെ ദാസനും വിശേഷാൽ പ്രിയ യസ്രയ്ക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കും. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസേനയിലായിരിക്കാൻ നമ്മുടെ ആയുസിൻ്റെ ഒരു ദിവസം കൂടി കർത്താവ് എന്ത് ചെയ്തു? ദീർഘമാക്കി തന്നു. നവംബർ 16 എന്ന ദിനത്തിലാണ് നമ്മൾ ദൈവസേനയിലായിരിക്കുന്നത്. ഏതാനും ഒരു മാസവും ചില ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ 10-16 ദിവസം കൂടി കഴിയുമ്പോൾ ഈ വർഷം നമ്മളെ പിന്നിടുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി, ഇത്രത്തോളം കർത്താവ് നമ്മെ പരിപാലിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ സംരക്ഷിച്ചു. ഈ 2025 നവംബർ മാസം 16-ാം തീയതി വരെ ഈ ഭൂപ്പരപ്പിൽ കോടിക്കണക്കിന് മനുഷ്യർ, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപകടങ്ങളിൽ, അനർത്ഥങ്ങളിലായി, നിത്യരോഗികളായി, കിടപ്പ് രോഗികളായി, കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും പ്രയാസത്തിലും പ്രതികൂലത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് പണമുണ്ട്, നമുക്ക് ധനമുണ്ട്, മാനമുണ്ട്, യശസ്സുണ്ട്, എല്ലാം ശരി. അതെല്ലാം ദൈവം തന്നതാണെന്ന് ഓർത്തോണം. മാൻ പവർ കൊണ്ട് സോളമൻ ഉണ്ടാക്കിയ തൻ്റെ സാമ്രാജ്യത്തെ കർത്താവ് പറഞ്ഞ വാക്യം എൻ്റെ ഹൃദയത്തിൽ വരിക, ശലോമന് ഈ പൂവിനോളം ചമയുവാൻ കഴിഞ്ഞിരുന്നില്ല. പൂവിനോളം ചമയാൻ ശലോമന് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ശലോമൻ്റെ പ്രതാപങ്ങളും ലബനോൻ്റെ പ്രതാപം, താനുണ്ടാക്കിയ ആലയം, താനുണ്ടാക്കിയ തൻ്റെ കൊട്ടാരം, ശേബാരാജ്ഞിയും മറ്റു രാജാക്കന്മാരൊക്കെ വന്ന് കണ്ടു. ശലോമനെ, നീ വലിയവൻ, നീ സേവിക്കുന്ന ദൈവം വലിയവൻ എന്നൊക്കെ അവർ പാട്ടും പാടി പുട്ടടിച്ചൊക്കെ അവർ പോയി. ശലോമൻ അക്കൂട്ടത്തിൽ നേരെ നരകത്തിലും പോയി. എന്ന് ഞാനങ്ങ് പറയില്ല, കാരണം നിത്യതയിൽ ശലോമൻ ഇല്ല എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് പറയാൻ. കാരണം വിശുദ്ധന്മാരുടെ പട്ടിക എബ്രായ ലേഖനത്തിൽ പൗലൂസ് ആത്മാവിൽ എഴുതുമ്പോൾ 15-ാം അധ്യായത്തിൽ എഴുതുമ്പോൾ സോളമനില്ല, അപ്പനുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. അതിനെ കിടന്ന് ചികഞ്ഞ് ചിന്തിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. വിശുദ്ധന്മാരുടെ പട്ടികയിൽ സോളമൻ ഇല്ലെന്ന് ഭക്തന്മാരോ വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഞാനും അത് കേസ് വയ്ക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൽ കുറേ സുഖിച്ച് പൊളച്ച് കുറേ ഭൗതിക നന്മകളൊക്കെ അനുഭവിച്ച് ജീവിച്ച് നരക കുഴി പോയി വീഴാതെ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കുന്നതാണ് ഉത്തമമെന്ന് ഇനിയെങ്കിലും ദൈവമക്കളെ മനസ്സിലാക്കണം. ഇന്നത്തെ ആരാധനയൊക്കെ കുറിച്ച് ഒരു പാസ്റ്റർ പറഞ്ഞു കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. 1.5 മണിക്കൂർ പാട്ട് ശുശ്രൂഷ എന്ന് പറയാൻ പറ്റത്തില്ല, പാട്ട് കുർബാന എന്നെ ഞാൻ പറയും അതിനെക്കുറിച്ച്. പാട്ട് കുർബാന കത്തോലിക്കർ ചെയ്യുന്ന പോലെ. 15 മിനിറ്റ് ദൈവവചനം. എങ്ങനെയുണ്ട്? ഇന്നത്തെ ആത്മീയ ഗോളത്തിൻ്റെ ഒരു ചിത്രം ഞാനെടുത്ത് തരികയാണ്. യൂത്ത്സിൻ്റെ ഗുണം പിടിക്കാത്ത ഒരു വലിയ സമൂഹമായി നമ്മുടെ ആത്മീക ഗോളം ജീർണിച്ചു പോയി, അധപ്പതിച്ചു പോയി. ശമൂലിൻ്റെ കാലത്ത് വചനം ദുർലഭമായിരുന്നു. പൗലൂസ് പറഞ്ഞു, വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ഈ 15 മിനിറ്റ് പറയുന്നതും പുഴുക്കാണ്, ആർക്കും വേണ്ടാത്ത കാര്യങ്ങളാണ്. ഭൗതിക അനുഗ്രഹം അല്ലേ, വേറൊന്നുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മുൻപോട്ട് വരണം, ആത്മീകരായി തീരണം. സ്തോത്രം. ഇന്നത്തെ പ്രസ്ഥാനങ്ങളിൽ തലപ്പത്തിരിക്കുന്ന ഒരൊറ്റ ആത്മീകനെയും കാണാൻ കഴിയുന്നില്ലെന്ന് ബാബു ജോൺ വേട്ടമല പാസ്റ്റർ ശക്തിയോടെ പറഞ്ഞത് ഞാനത് ഏറ്റുപറയുക. 1000 പ്രാവശ്യം ഞാനതിന് പിന്താങ്ങുകയാണ് ആ പ്രസ്താവനയെ. പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തൊന്നും ആത്മീകരില്ല, ജഡീകന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഈ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരും ദൈവറിവില്ലാത്തവരുടെ വാക്ക് കേൾക്കാതെ കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാരും പറയുന്ന ദൈവവചനം കേട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു.
പ്രിയ ഒരു ആൻറ്റി എനിക്ക് ഇട്ട് തന്നൊരു മെസ്സേജ്. ആ പ്രിയ ആൻറ്റിക്ക് ഒരു 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 ലോക മനുഷ്യൻ ഇട്ട് കൊടുത്ത മെസ്സേജാണ്. ആ മെസ്സേജ് ഇങ്ങനെയാണ്: പ്രിയ സഹോദരി, ദൈവവും ഇല്ല, പിശാചും ഇല്ല. എനിക്കത് കേട്ടപ്പോൾ വലിയ വിചിത്രമായിട്ട് തോന്നി. കാരണം പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൂതാണ് ആ സഹോദരൻ പറഞ്ഞത്. ദൈവവും ഇല്ല, പിശാചും ഇല്ല. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ കരച്ചിൽ വരിക ആ മനുഷ്യനെ ഓർക്കും. ദൈവമേ, ആ മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താൻ ഇടയാകണമേ എന്ന് നമ്മൾ കരയുകയാണെന്നാണ് എൻ്റെ ചിന്ത. കരയണം എന്നാണ് എൻ്റെ പറച്ചിൽ. കാരണം കർത്താവ് പറഞ്ഞു, ചെറിയ പുത്രിമാരെ, നിങ്ങളെയും നിങ്ങളെയും പറ, നിങ്ങളുടെ സന്തതികളെ ഓർത്ത് കരയാം. അങ്ങനെ കരഞ്ഞാൽ അവർക്ക് വിടുതൽ കിട്ടും. ചിലപ്പോൾ വിടുതൽ കിട്ടിയേക്കാം, അല്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാം. എനിക്കതേ പറയാനുള്ളൂ. സ്വത്രം സ്വത്രം സ്വത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഇപ്പോൾ ഇവിടെ വായിക്കും. ഒന്ന് വായിച്ചേ. ലൂക്കോസ് 2:10. മുഖോരമായിട്ട് ചില വാക്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരിക. ഒരു 10-12 മിനിറ്റ് മുഖോരോ പറഞ്ഞിട്ട് പെട്ടെന്ന് വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി. ഈ വാക്യത്തിന്റെ ഘടന മനസ്സിലാക്കിയ വിശ്വാസികളും പാസ്റ്റർമാരും ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ലെന്നേ പറയുള്ളൂ. പുതിയ നിയമത്തിന്റെ പ്രസക്തിയാണ് ഈ വാക്യം വിളിച്ചു പറയുന്നത്. ലൂക്കോസ് 2-ാം അധ്യായം വേറൊരു ഭാഗത്തും അത് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇവിടെ പറയുന്നു, ഒന്നാമത്തെ സുവിശേഷമായിട്ട് ഇതിനെ വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹോസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, യേശുക്രിസ്തുവിൻ്റെ പ്രമാണം, യേശുക്രിസ്തുവിലൂടെയുള്ള മാനവജാതിക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് ഈ വാക്യം പറയുന്നു. ആർക്കൊക്കെയായോ ലഭിക്കുന്നത്? സർവജനത്തിനും ഉണ്ടാകാൻ പോകുന്ന രക്ഷ. മോശയുടെ പ്രമാണം ആർക്കൊക്കെയായിരുന്നു? യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ പെന്തക്കോസ് പാസ്റ്റർമാർ അതേ കയറി പിടിച്ചിരിക്കുക ഇപ്പോൾ. കാരണം അതിൽ പിടിച്ചാലേ പൈസ കിട്ടത്തുള്ളൂ. പണം പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ന്യായപ്രമാണം ഭൗതിക അനുഗ്രഹമാണ് വിഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങൾ പറഞ്ഞു, പഴയ നിയമം ഭൗതിക അനുഗ്രഹത്തിലാണ് ഊന്നൽ കൊടുക്കുന്നത്. പുതിയ നിയമം ആത്മീക അനുഗ്രഹങ്ങൾക്കാണ്, സ്വർഗീയ അനുഗ്രഹങ്ങൾക്കാണ്, ആത്മീക സമ്പത്താണ്. ഈ തിരിച്ചറിവില്ലാത്ത ഒരു പുസ്തകം തറയെ വെച്ചിട്ട് വേറെ വല്ല പണിക്ക് പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു പറയാം. അല്ല എന്താ? ഇത് മനസ്സിലാക്കി ഇത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ശുശ്രൂഷ ചെയ്യണം. ശുശ്രൂഷ ചെയ്ത് അവരെ ആത്മീകരാക്കി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണം. അതാ ശുശ്രൂഷ. സർവജനത്തിനും, അമേരിക്കക്കാർക്കും വെള്ളക്കാർക്കും പിന്നെ ലണ്ടൻകാർക്കും ഓസ്ട്രേലിയക്കാർക്ക്, കറുത്തവനും വെളുത്തവനും, ഏത് ഗോത്രത്തിൽ പിറന്നവനും, ഏത് രാജ്യത്തിൽ പിറന്നവനും, ഏത് വംശത്തിൽ പിറന്നവനും, ഏത് ഭാഷയിൽ പിറന്ന സംസാരിക്കുന്നവനും ഉണ്ടാകാൻ പോകുന്ന രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ആണ് പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ പുതിയ നിയമത്തിലെ രക്തമാകും. ഈ പുതിയ നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ ന്യൂ കവനന്റിനെയാണ് കാണിക്കുന്നത്, പുതിയ നിയമത്തെ കാണിക്കുന്നത്. എബ്രായർ 10 വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ മലിനമാക്കുന്നവർ എന്നൊരു പദം നമുക്കിവിടെ കാണാൻ കഴിയും. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. ആ എബ്രായ ലേഖനം 10-ാം അധ്യായം ഒന്നെടുത്തായിട്ട് പെട്ടെന്ന് വായിച്ചു. ഞാൻ തന്നെ വായിച്ചോളാം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. അപ്പോൾ മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷയുണ്ട്. ഇനി ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും
തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിക്കും. ഇവിടെ നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തം, ഉടമ്പടി, കവനന്റ്, പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി. ആ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ ആ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ സ്ഥാപിക്കപ്പെടുമ്പോൾ പുതിയ നിയമം പ്രസംഗിച്ച് ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കി നിർത്തുന്നില്ലെങ്കിൽ പഴയ നിയമത്തിലെ കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ ഇതൊക്കെ പ്രസംഗിച്ചു പോയാൽ ഞാൻ പറയുന്നു, നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നെണ്ണുകയാണ്, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിലോ സമാപിക്കുന്നത്. ജഡം ന്യായപ്രമാണത്തെ കാണിക്കുന്നത്, ജഡീക നിയമം, ജഡീക ശുദ്ധി. ക്രിസ്തുവിന്റെ പ്രമാണത്തിലൂടെയുള്ള രക്ഷ ആത്മീക ശുദ്ധിയാണ്, ജഡീക നിയമമല്ലത്. ആത്മീക നിയമമാണ്, ആത്മാവിന്റെ രക്ഷയാണ്. സ്തോത്രം, സ്തോത്രം. അപ്പോസ്തലന്മാരും കർത്താവും വിശുദ്ധ പ്രവാചകന്മാരും പഠിപ്പിച്ചത് മുഴുവൻ ആത്മരക്ഷ, ആത്മരക്ഷ, ആത്മരക്ഷ. ഇന്നിപ്പോൾ അത് വന്ന് ദേഹരക്ഷയായി മാറിയിരിക്കുക. ദേഹത്തെ രക്ഷിക്കുവാനുള്ള നമ്മുടെ ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസംഗങ്ങളും പ്രബോധനങ്ങളും എഴുത്തുകളും TV പ്രോഗ്രാമും അതും ഇതുമൊക്കെ കൊണ്ട് ഇന്നത്തെ ലോകം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. ഇത് അപകടത്തിലേക്ക് പോവുകയാണ്. സഭയെ ലോകത്തിലേക്ക് വലിച്ചടിച്ചു കൊണ്ടുപോവുകയാണ് സാത്താൻ. മനസ്സിലാക്കണം. ഇനി ലൂക്കോസ് 2:29 തൊട്ട് വായിച്ചാണ്. 29, 30, 31 വാക്യങ്ങൾ കൂടി. ഹല്ലേലൂയ. ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പൊ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ ആർക്ക് വേണ്ടിയുള്ളതാ? ഇന്ത്യക്കാർക്ക് വേണ്ടിയോ? അമേരിക്കക്കാർക്ക് വേണ്ടിയോ? ഗൾഫ് രാജ്യങ്ങളുള്ളവർക്ക് വേണ്ടിയോ? സകല ജാതികൾക്കും. ഇനി യഹൂദൻ പോലും രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവിനെ കർത്താവിന് രക്ഷിതമായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്ഥാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചാലേ ഇപ്പോൾ ഉള്ള യഹൂദന്മാർക്ക് പോലും രക്ഷയുള്ളൂ. മനസ്സിലായല്ലോ? കർത്താവ് അവരെ രക്ഷിക്കാൻ സ്വന്തമായിലേക്ക് വന്നു, സ്വന്തമായിട്ട് അവനെ കൈക്കൊണ്ടില്ല. അവനെ തള്ളിക്കളഞ്ഞു, അവനെ തട്ടിക്കളഞ്ഞെന്ന് അവർ വിവരം പറയണം. ശരിയാത്. അവനെ തട്ടിക്കളഞ്ഞവര് കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. സ്വന്തമായിലേക്ക് വന്നു, സ്വന്തമായവനെ കൈക്കൊണ്ടില്ല. അങ്ങനെ ഈ രക്ഷ ആർക്ക് വന്നു? ജാതികൾക്ക് വന്നു. ഈ ശിമ്യോന്റെ പ്രാർത്ഥന പഠിക്കാത്ത പാസ്റ്റർമാരും വിശ്വാസികളുമല്ല, പാസ്റ്റർമാരുമല്ല. നന്നായിട്ട് വായിച്ചു പഠിച്ചോണം. ലൂക്കോസ് 1:10, ലൂക്കോസ് 1:29. ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. 3.5 വർഷം കൊണ്ടു നടന്ന് പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഇപ്പം നമ്മളെ ദൈവസഭ വരെ വെളിച്ചമാണോ ഇരുട്ടാണോ? ഇരുട്ടിക്കിടക്കുക. ബഹുഭൂരിപക്ഷം ഇരുട്ടിക്കിടന്ന് തടി തപ്പുക. സഭകൾ ഇഷ്ടം പോലെയുണ്ട്, ചൂഷകന്മാർ ഇഷ്ടം പോലെയുണ്ട്. അല്ലെ, ഇരുട്ടിക്കിടക്കുക. വെളിച്ചത്തിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവിടെ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുക. ആത്മീയ ഉറക്കത്തിൽ കിടന്നാൽ ഇരുട്ടിക്കിടക്കുക. ഉണർന്ന് എഴുന്നേറ്റ് ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ചാൽ വെളിച്ചത്തിലേക്ക് വരാം, രക്ഷപ്പെടാം. ഹല്ലേലൂയ. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി. ഇസ്രയേലിന്റെ മഹത്വം ആര്? യേശുക്രിസ്തു. നീ സകല ജാതികളുടെയും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. യേശു കുഞ്ഞിനെ, യേശുവാവയെ ശിമ്യോൻ കണ്ടപ്പോൾ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ. ദൈവമക്കളെ, ഇതൊന്ന് വായിച്ചു പഠിക്കണേ. ലൂക്കോസ് 1:10 ഞാൻ പറഞ്ഞു, എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? സർവ്വജനത്തിനുണ്ടാകാൻ പോകുന്ന സന്തോഷം.
സകല ജാതികൾക്കും ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അത് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു സന്തോഷമാണ്. യഹൂദനും ശകനും യവനനും ബർബരനും ശകനും ദാസനും ലോകത്ത് എത്ര ആയിരക്കണക്കിന് ജാതികളുണ്ടോ അവർക്കെല്ലാം ഏക രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ പ്രസക്തമായ പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായത്തിലെ പ്രസംഗത്തിൽ മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ടൈറ്റിലായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ ഈ വചനങ്ങൾ ഓരോന്നും കേട്ടനുസരിച്ച് ആ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്ന് ജീവിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ 2:15 ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ആരായി മാറുന്നു? ദൈവത്തിൻ്റെ ശത്രുവാണ്. അവിടെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 2:15 വായിച്ചേ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരു ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം വസിക്കില്ല. യാക്കോബ് 4:4 ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നില്ല, ദൈവത്തിൻ്റെ ശത്രുവാണ്. ഇന്ന് അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് പെന്തക്കോസ്തുകാരിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. ദ്രവ്യാഗ്രഹികളും ശത്രുക്കളുമാണ്, ക്രൂശിൻ്റെ ശത്രുക്കളുമാണ്. പിന്നെ ഇവരെന്ത് രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കാനാണ്? ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ വായിച്ച വേദഭാഗം റോമാലേഖനം 6-ാം അധ്യായം. ഈ റോമാലേഖനം 6-ാം അധ്യായം ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോഴും പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്നു. ലേഖനങ്ങൾ, ഓരോ ലേഖനങ്ങളും മുഴുവനായിട്ട് വായിച്ച് പഠിക്കണം. ഓരോ ലേഖനങ്ങളും മുഴുവനായിട്ട് വായിച്ച് പഠിപ്പിക്കണം. നമുക്കൊരു കത്ത് ഒരാൾക്ക് എഴുതുമ്പോൾ ആ കത്തിൻ്റെ 4 പേജുള്ളതിൽ 1 പേജ് വായിച്ചിട്ട് ആരെങ്കിലും സുബോധമുള്ളവൻ ആ കത്ത് എവിടെയെങ്കിലും എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുമോ? ഇല്ല. ഒരു കത്തയച്ചാൽ ഇപ്പോൾ വിദേശത്തേക്ക് ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയക്കുമ്പോൾ ആർത്തിയോടെ ഒരു വായിക്കും. 4 പേജുണ്ടെങ്കിൽ 4 പേജും വായിച്ച് നിർത്തുള്ളൂ. എന്ന പോലെ ഈ ലേഖനം നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ പ്രമാണമാണ്. നീ സ്തോത്രം 1 കൊരിന്ത്യർ 14:37 നീ പ്രവാചകനായിരിക്കാം, ആത്മികനായിരിക്കാം. ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. അപ്പോൾ ഈ ലേഖനങ്ങൾ ദൈവ കൽപ്പനകളാണ്. അത് വായിച്ച് സഭയെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ശുശ്രൂഷ നിർത്തിയിട്ട് വേറെ മുമ്പ് ചെയ്ത ജോലി ചെയ്യണം. ഞാൻ പലപ്പോഴും ഇത് പറയാറുണ്ട്. കാരണം അത്രയ്ക്ക് സങ്കടം വരിക. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എടുത്ത് പഠിപ്പിച്ച് വിശ്വാസികളെ ദൈവസന്നിധിയിൽ ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർധനവിലേക്കും ആത്മീയ നിറവിലേക്കും നടത്താതെ ഇന്നും ശൈശവാവസ്ഥയിലിട്ട് ജനത്തെ കൊന്നുകളയുന്നു ഓർക്കുമ്പോൾ വലിയ വേദനയുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ ശിശു ആരാ? ജഡീകൻ. ആത്മീയ വളർച്ചയില്ലാത്ത ശിശു ജഡീകനാ. ഞങ്ങൾക്ക് ഇവിടെ ഒരു ജഡീകൻ ഇരിപ്പുണ്ട്, കുഞ്ഞ് 5 വയസ്സ്. അവ ഇപ്പോൾ പറയുന്നത് നാളെ പറയത്തില്ല. അവൻ്റെ സ്നേഹമൊക്കെ വെറും വ്യാജ സ്നേഹമാണ്. കാരണം എന്തെങ്കിലും കിട്ടുമെന്നുള്ള സ്നേഹം. അവൻ വളർന്നിട്ടില്ല, അവൻ കുഞ്ഞാ. അതത്രേ പറ്റുള്ളൂ അവനെ കൊണ്ട്. എന്നാൽ ഒരു 10-15 വയസ്സൊക്കെ കഴിയുമ്പോൾ മെച്യൂരിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് അവൻ ഇടപെടും. അതുകൊണ്ട് ആത്മീക ശിശുവായിരിക്കാതെ ദൈവവചനം വായിച്ച് പഠിച്ചനുസരിച്ച് ജീവിക്കുക. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷം ശിശുവിനുള്ളത് ത്യജിച്ച് കളഞ്ഞു. അപ്പൊ ശിശുവിനുള്ളത് ത്യജിച്ച് കളയാതിരിക്കുന്നതിന്റെ കാരണം എന്താ? ആത്മീയ വളർച്ച കിട്ടുന്നില്ല. ആത്മീയ വളർച്ച സഭകളിൽ ഇല്ല. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മലപ്പുറം തിരൂര് ഒരു സഹോദരൻ്റെ ഭവനത്തിൽ പോകാനിടയായി. ഞാൻ ചോദിച്ചു, സഭയിലൊക്കെ പോകുന്നുണ്ടോ? അവിടെ നിന്നൊന്നും കിട്ടാനില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ്. പേരൊന്നും പറഞ്ഞ് നാണം കെടുത്തുന്നില്ല. അവിടെ നിന്നൊന്നും കിട്ടാനില്ലെന്ന്. അവിടെ നിന്ന് ഈ പതിവായിട്ടുള്ള കുറേ സങ്കീർത്തന വായനയും പാട്ടും കുറേ സാക്ഷ്യവും കുറേ പ്രബോധനവും, പിന്നെ അത് കഴിഞ്ഞ് പ്രോഗ്രസ്റ്റിംഗ് എന്നും പറഞ്ഞ് കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുന്ന പോലെ വിശ്വാസികളെ കൊണ്ട് പാർഷന്മാർ കളിപ്പിക്കുന്ന കളിയൊക്കെ ഉണ്ട് അവിടെ.
അതൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന വചനങ്ങൾ, വിശുദ്ധ പ്രമാണങ്ങൾ, ആത്മീയ വളർച്ച, ആത്മീയ വർദ്ധനവ്, ആത്മീയ നിറവിന് വേണ്ടുന്ന ഉപദേശം, വചനങ്ങളൊന്നുമില്ല. എല്ലാം പോയി ശുഷ്കിച്ചു പോയി. അതുകൊണ്ടാണ് വേട്ടമല ബാബു ജോൺ പാസ്റ്റർ പറഞ്ഞത്, ഇന്നത്തെ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരും പാസ്റ്റർമാരിലും ഒരാത്മീകനെയും കാണാൻ കഴിയുന്നില്ല. 100% ഞാനത് പിന്താങ്ങുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, പ്രബുദ്ധനായ പെന്തക്കോസുകാരെ, സത്യവേദ പുസ്തകം വായിച്ച് പഠിച്ചനുസരിച്ച് ജീവിച്ച്, എസ്പെഷ്യലി പുതിയ നിയമം വായിച്ച് പഠിച്ചനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഞാൻ വരുന്നു. ആകയാൽ നാം എന്തു പറയുകൊണ്ട് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാളും വരുത്. റോമർ 5-ന്റെ 21-ാം വാക്യത്തിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് ആ വാക്യം ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വാക്യം അങ്ങ് വിട്ടിട്ട് അതിൻ്റെ 2-ാം വാക്യം തൊട്ട് ശുശ്രൂഷിക്കാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. 2-ാം വാക്യം വായിച്ചാട്ടെ. പാപസംബന്ധമായി മരിച്ചവരായ നാം അതിൽ എങ്ങനെ മരിച്ചു എന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്. അടുത്ത വാക്യം. അപ്പോൾ 2-ാം വാക്യം മുതൽ പഠിച്ചു വരുമ്പോൾ, പാപസംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ പാപസംബന്ധമായി മരിച്ചു? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള മുഴുകൽ സ്നാനം, അതിൻ്റെ അർത്ഥം എന്താ? പാപസംബന്ധമായി മരിക്കുക. ആര് മരിക്കുന്നു? യേശുക്രിസ്തുവിനെ കർത്താവിൻ്റെ പാപത്തിനു വേണ്ടിയും കൂടിയാണ് മരിച്ചതെന്ന്, ആദാമ്യ പാപത്തിനും വേണ്ടി, എൻ്റെയും പാപത്തിനു വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നീതീകരണം പ്രാപിക്കുന്നു. അങ്ങനെ നീതീകരണം പ്രാപിച്ചവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ആരായിത്തീരുന്നു? ക്രിസ്തുവിനോട് ചേരുന്നു, ക്രിസ്തുവിനെ ധരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു പഠനമാണ് പൗലോസ് പറയുന്നത്. നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളി. ആ വെള്ളത്തിൽ മുങ്ങുമ്പോൾ മരണത്തിൽ പങ്കാളിയാകുക, പൊങ്ങി വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടി വരിക. ഇത് വല്ലോ ഇന്ന് സ്നാനത്തിൽ നടക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? സ്നാനപ്പെടുത്തി ദൈവസഭയുടെ രജിസ്ട്രേഷൻ ബുക്കിൽ പേര് ചേർത്ത് ആള് കളിക്കുകയല്ലേ ചെയ്യുന്നത്. സ്നാനത്തിന്റെ അർത്ഥം എന്താണെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നീ ക്രിസ്തുവിനോട് ചേർന്നവനാണ്, നീ ക്രിസ്തുവിനെ ധരിച്ചവനാണ്, നീ ക്രിസ്തുവിനോടുകൂടി മരിച്ചവനാണ്, നീ ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ടവനാണ്, നീ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റവനാണെന്ന് ആരാ ഇന്ന് പറഞ്ഞു കൊടുക്കുന്നത്? ഇല്ലെന്നില്ല. വളരെ തുലവും വളരെ ലളിതമായ നിലയിൽ ചില പ്രിയപ്പെട്ടവർ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ചെറിയ ശേഷിപ്പേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം വടക്കേ ഇന്ത്യയിൽ 50 പേരെ ഞാൻ സ്നാനപ്പെടുത്താൻ തരാം, ഒരാൾക്ക് 250 രൂപ വെച്ച് തരണമെന്ന് ഒരു മഹാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഓർത്തുപോയി. ഫസ്റ്റ് ക്യാപ്റ്റൻ ഷാമോൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു വിഷയമാണ്. താനത് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കാശ് വാങ്ങി സ്നാനപ്പെടുത്തുന്ന ബിരുദന്മാരുണ്ട് ഇവിടെ. സ്നാനപ്പെടുത്തി രജിസ്റ്റർ ബുക്കിൽ പേര് കൂട്ടി സെൻട്രൽ പാസ്റ്ററിനെയും മറ്റു പാസ്റ്റർമാരെയും ചീഫിനെയൊക്കെ എന്ത് ചെയ്യുക, സന്തോഷിപ്പിക്കുന്ന ബിരുദന്മാരും ഉണ്ട്. എന്നാൽ യഥാർത്ഥമായി സുവിശേഷം പ്രസംഗിച്ച് യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ്റെ ഹൃദയത്തിൽ രൂപാന്തരമുണ്ടായി, അവനൊരു പാപിയാണെന്ന് മനസ്സിലായി, യേശുവിനെ ധരിക്കണം, യേശുവിനോടുകൂടി മരിക്കണം, യേശുവിനോടുകൂടി അടക്കപ്പെടണം, യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കണമെന്ന ആത്മീയ അർത്ഥം വചനത്തിലൂടെ ഗ്രഹിച്ച് സ്നാനപ്പെടുന്ന പ്രിയപ്പെട്ടവരും ഇല്ലാതില്ല. അതാണ് റിയൽ സ്നാനം. അതിന്ന് അങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് ഇന്ന് ആദരാജ്ഞലി. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. വചനം പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. റോമാസഭയെ ഈ അധ്യായത്തിൽ അതുണ്ട്. റോമാസഭയെ അപ്പോസ്തല ഉപദേശം പഠിച്ചു, റോമാസഭ ഉപദേശം പഠിപ്പിച്ചു, റോമാസഭ പഠിച്ചു. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഇന്ന് സഭകളെ ഉപദേശം പഠിപ്പിക്കുന്നില്ല, പാട്ട് പാടി കൊണ്ടു കിടക്കുക. പാട്ട് പാടാനായിട്ട് ദൂരെ നിൽക്കാൻ നേരത്ത് ഒരു പാസ്റ്റർ പറഞ്ഞു ഞാൻ കേട്ടു, ഇങ്ങോട്ട് പറന്നു വരാൻ വിശ്വാസികളോട്. പറന്നു വാ.
നടന്നു വരാൻ പാടില്ല, അങ്ങനെ പറന്നു വരണമെന്ന്. പുള്ളിക്ക് അങ്ങനെ വെളിവ് കിട്ടിയത്. ഒന്നൂതുമ്പോൾ 4 കരണം അറിയുന്നവനായവൻ. ഞാൻ പിന്നീട് പഠിച്ചപ്പോഴാ മനസ്സിലായത്. ഒന്നൂതുമ്പോൾ 4 കരണം അറിയും പുള്ളി. ഇടയ്ക്കെങ്ങാണ്ട് ഒരു അമേരിക്കയിൽ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ അവിടെയും പോയി തലകുത്തി പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടു. ഈ കേരളക്കരയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ അവർ 4 കരണം പറയും. അവർ പറയണ പരിശുദ്ധാത്മാവാണെന്ന്, ഞങ്ങൾ പറയുന്നത് സാത്താൻ്റെ ആത്മാവാണ്. എന്താ ഇത്ര പാസ്റ്റർ തറപ്പിച്ച് പറയാനുള്ള കാരണം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊത്തുവീരിൻ്റെ മുമ്പിൽ പോയി നിന്നവനാണ് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന ചില മാസങ്ങൾക്ക് ശേഷം. ഞാൻ വീഴുന്നെങ്കിൽ ഞാൻ എല്ലാവരെയും വീഴ്ത്തുമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് പ്രതിഷ്ഠയോടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആ ഊത്തു സഹോദരൻ്റെ മുമ്പിൽ പോയി നിന്നു. ഊതി ഊതി തള്ളി ഉന്തിയൊക്കെ നോക്കി, ഞാൻ വീണില്ല. അന്ന് മനസ്സിലാക്കി യവനിൽ വ്യാപരിക്കുന്നത് സാത്താൻ്റെ ആത്മാവാണ്. പെന്തക്കോസ്തരെല്ലാം ഇത് കേട്ടോണം. ഊതുമ്പോൾ 4 കരണം അറിയുന്നവനൊക്കെ ഇത് കേട്ടോണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ നിത്യത നഷ്ടമാകും. മടങ്ങി വരണം. ഈവിൾ സ്പിരിറ്റിന്റെ മിനിസ്ട്രിയാണിത്. ഊതുക, കുരയ്ക്കുക, ചിരിക്കുക, ഛർദിപ്പിക്കുക, പിന്നെ ഓടുക, ചാടുക, ബഹളം വയ്ക്കുക, വചനം പ്രസംഗിക്കാതെ ഈ പേക്കൂത്തുകൾ നടത്തുന്നത് മുഴുവൻ അന്യതാ ഉപദേശമാണ്, സാത്താന്യ ഉപദേശമാണ്. അതുകൊണ്ട് മടങ്ങി വരിക. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ സ്നാനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ആ മനോഹരമായ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞ് അവനെ പഠിപ്പിച്ച് അവനെ ആ വചനത്തിൽ കൂടി വളർത്തിയെടുത്ത് അപ്പോസ്തലന്മാർ സഭയെ വളർത്തിയ പോലെ. അപ്പോസ്തലന്മാർ എങ്ങനെയാണ് സഭയെ വളർത്തിയത്? 9:31 പ്രവൃത്തി. അതെപ്പോഴും എല്ലാ ദിവസവും വായിച്ചാലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ ചിന്ത. 9:31. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിലൊക്കെയും സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിൽ ഉപദേശം പറഞ്ഞത് ആരാ? അപ്പോസ്തലന്മാരെ. ഇന്നിപ്പോൾ എറണാകുളം, ഈ കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലും സഭയ്ക്ക് സമാധാനമില്ല. എന്താ കാര്യം? എന്താ കാര്യം പറ? ഉപദേശം പഠിപ്പിക്കുന്നില്ല. ഉപദേശം പഠിപ്പിക്കുന്നില്ല. സഭയെ ഉപദേശം പഠിപ്പിക്കുന്നില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് എടുത്താട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം അല്ല, 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 2 രാജാക്കന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 2-ന്റെ 19-ാമത്തെ വാക്യം. ആ വാക്യം നമ്മൾ ഹല്ലേലൂയ. ഇങ്ങനെയാണ് ആ വാക്യം. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്നും ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാകും. ഇതൊക്കെ പ്രവചനവാക്യങ്ങളാട്ടോ. ഇതൊന്നും കേട്ടുപോലും കാണത്തില്ല ഓരോരുത്തർ. പട്ടണം നല്ലതാ, മെട്രോ സിറ്റിയാ ഞങ്ങളുടെ. ഇന്ത്യയുടെ 14 ജില്ലകളിലും മനോഹരമായ പട്ടണങ്ങളുണ്ട്. 14 ജില്ലകളിലും പട്ടണങ്ങളുണ്ട്. പത്തനംതിട്ട നല്ലൊരു പട്ടണമാണ്, പക്ഷെ ഗർഭനാശമാ. എറണാകുളം നല്ലൊരു പട്ടണമാണ്, ഗർഭനാശമാ. കോഴിക്കോട് നല്ല പട്ടണമാണ്, ഗർഭനാശമാ. മലപ്പുറം, തിരൂര് നല്ല പട്ടണമാണ്, ഗർഭനാശമാ. ഓരോ ജില്ലകളിലുമുള്ള പട്ടണങ്ങൾ മനോഹരമാണ്, പക്ഷെ ഗർഭനാശമാണ്. വീണ്ടും ജനനം ഇവിടെ നടക്കുന്നില്ല. ആത്മീക കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല. അപ്പോൾ ചോദിക്കും, പാസ്റ്റർ സഭകളില്ലേ? സഭകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആത്മീക ജനനത്തിന് വേണ്ടിയുള്ള സുവിശേഷം ആരും പ്രസംഗിക്കുന്നില്ല. ലോകത്തിലെ കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപകടം മണത്തുപോയി. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പത്രോസിന്റെ 1-ാം പ്രസംഗം ഒന്ന് വായിച്ചാട്ടെ. പത്രോസിന്റെ 1-ാം പ്രസംഗം 2-ന്റെ പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം പ്രസംഗമായിട്ട് 1-ാം പ്രസംഗത്തിലുള്ളൊരു ഭാഗമാണ്.
ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. അപ്പൊ പാപങ്ങളുടെ മോചനം, റിപ്പൻഡന്റ് ആൻഡ് ബാപ്റ്റിസം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക. എൻ്റെ പൊന്നെ, ഇന്ന് മാനസാന്തരപ്പെടാതെ മുക്കുന്നത്. ഒരാൾക്ക് 250 രൂപ തന്നാൽ 50 പേരെ 100 പേരെ തരാമെന്ന് പറയുമ്പോൾ ഇതൊക്കെ മാനസാന്തരപ്പെട്ടതാണോ? വടക്കേ ഇന്ത്യ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഏകദേശമൊക്കെ അങ്ങനെ അല്ലെങ്കിൽ പോലും കടം മാറ്റി, കഷ്ടത മാറ്റി, കണ്ണീര് തുടച്ച്, ഭൗതിക അനുഗ്രഹങ്ങൾ തലയറിഞ്ഞ് കിടന്ന് പ്രാർത്ഥിച്ച് അവരെ കൊണ്ടേ വെള്ളത്തിൽ മുക്കി പൊക്കിക്കൊണ്ടിരുത്തി പാട്ടും പാടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഒരു ഗുണവുമില്ല. ഇന്നത്തെ സഭകളുടെ ആത്മീക നിലവാരം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പെന്തക്കോസിന്റെ ഉള്ളിൽ ഒരു പെന്തക്കോസ് ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ ഒരു പോകണം. പെന്തക്കോസ് എന്നുള്ള ഒരു ഭാഷ പറഞ്ഞു, എൻ്റെ ഭാഷയിൽ അന്തിക്കോസ് ആണെന്ന് ഒരാൾ പറയും. എൻ്റെ ഭാഷയല്ലേ, ഞാനങ്ങനെ പറയത്തില്ല. അന്തിക്കോസ് ഗുണമില്ലാത്തൊരു വർഗമെന്ന് ഞാൻ പറയും. എൻ്റെ സംശയം അത് എൻ്റെ കണ്ണി കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. ചുമ്മാ പെന്തക്കോസ് പല പേരുണ്ട്. പ്രാർത്ഥനയില്ല, ധനധ്യാനമില്ല, വേദോസത്തിലൊരു കാര്യം പറഞ്ഞപ്പോൾ ചോദിച്ചാൽ പറയുമോ? അതുമില്ല. ഒരു നിസ്സാര കാര്യം ചോദിച്ചാൽ മതി, പറയത്തില്ല. 10, 15, 20 വർഷമായത് എനിക്കറിയാവുന്ന. അതുകൊണ്ടാണ് ഈ പറയണേ. ഇവിടെ കുറഞ്ഞ പക്ഷം വേദോസ്തം ഒന്ന് വായിച്ചൊന്ന് പ്രാർത്ഥിക്കേ. ഈ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ ദൈവവചനം നമ്മുടെ ഉള്ളിലോട്ട് കയറുക. സത്യവചനം, പത്യവചനം നമ്മുടെ ഉള്ളിൽ കയറിയാൽ ഏത് ദുരുപദേശങ്ങളെയും ഒഴിഞ്ഞു പോകാൻ ഏതൊരു വിശ്വാസിക്കും കഴിയും. പൂർണ്ണമായി ഞാനത് വിശ്വസിക്കുന്നു.